മുത്തു എങ്കിരക്കാട്ടാൻ. ഞാൻ ഈ ഒരു സീരീസിന്റെ ആദ്യത്തെ 5 എപ്പിസോഡ് കണ്ടതിന് ശേഷം എല്ലാവരോടും ഈ സീരീസിനെ പറ്റി അഭിപ്രായം പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീടുള്ള ബാക്കി 5 എപ്പിസോഡ് കണ്ടതിന് ശേഷം ആ ആഗ്രഹം ഞാൻ അങ്ങ് തിരിച്ചെടുത്തു. ഏതായാലും ഞാൻ സ്റ്റോറി പറഞ്ഞു തരാം. ഒരു ചെറിയ നാട്, അവിടെ അധികം ആൾക്കാരൊന്നുമില്ല. അതേപോലെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും 4 വർഷമായിട്ട് കേസില്ല. ഏകദേശം പൂട്ടാറായ ഒരു പോലീസ് സ്റ്റേഷൻ. ആ നിമിഷമാണ് ഒരു പാടത്ത് ഒരു പാറയുടെ മുകളിൽ നിന്നൊരു ചിരിച്ച തല കിട്ടുന്നത്. ചിരിച്ച തലയും അതിനൊപ്പം കുറച്ച് കാശും ഒരു കത്തും. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഒരു സീരീസിന്റെ പ്രമിസ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും. അതേപോലെ തന്നെ ആദ്യത്തെ ഒരു 3 എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു കിഡിലൻ മിസ്റ്ററി ത്രില്ലർ വൈബാണ് നമുക്ക് ഫീൽ ചെയ്യണത്. പക്ഷെ പിന്നീട് എന്നുവെച്ചാൽ ഈ സീരീസിന്റെ സെക്കൻഡ് ഹാഫ് 6ാമത്തെ എപ്പിസോഡ് മുതൽ ചെറുതായിട്ട് ട്രാക്ക് മാറും, പ്രഡിക്റ്റബിൾ ആയി തുടങ്ങും. അതേപോലെ പേസിങ് സ്ലോ ആവും. ഒട്ടും ഇൻട്രസ്റ്റ് വരാത്ത ഒരു രീതിയിലാണ് പിന്നീട് ഈ ഒരു സീരീസിന്റെ കഥ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, ടെൻഷൻ ഫീൽ ചെയ്യുന്നില്ല, ത്രില്ല് ഫീൽ ചെയ്യുന്നില്ല, ഒന്നും തന്നെ ഫീൽ ചെയ്യാത്തൊരു രീതിയിൽ. അപ്പോഴും നമുക്ക് അധികം ബോറടിക്കാതെ ഈ ഒരു സീരീസ് കണ്ടിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരണമാണ് വിജയ് സേതുപതി. വിജയ് സേതുപതിയുടെ ആ ഒരു കരിസ്മ, അങ്ങേരുടെ ആ ഒരു പ്രസൻസ്, സ്ക്രീൻ പ്രസൻസ്, ഗ്രേസ്, നാച്ചുറൽ പെർഫോമൻസ്, അതൊക്കെ ഈ സീരീസിന്റെ ഒരു വലിയൊരു ബാക്ക് ബോൺ തന്നെയാണ്. പിന്നെ അതേപോലെ വേറെ വളരെ ഭംഗിയുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും വളരെ വൃത്തിക്ക് തന്നെ ഈ ഒരു അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. കുറെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അതേപോലെ വിജയ് സേതുപതിയുടെ കൂടെ നടക്കുന്ന കുറച്ച് ലേഡി ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി, ആ ഒരു റൂറൽ സസ്പെൻസ് ഡ്രാമ, ആ ഒരു ഫീൽ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ആ ഗ്രിറ്റിനെസ്, അതെല്ലാം നന്നായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജേഷ് മുരുകേഷിന്റെ മ്യൂസിക് വന്നായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എഡിറ്റിംഗ്, ഇതിന്റെ റൈറ്റിംഗ് ആയിരുന്നു. ഒരു ലേസി റൈറ്റിംഗ് ആണ് നമുക്ക് ഈ സീരീസിന്റെ സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യുന്നത്. 6ാമത്തെ എപ്പിസോഡ് മുതൽ ആദ്യത്തെ 5 എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയെങ്കിൽ പിന്നീടുള്ള 5 എപ്പിസോഡ് അത് കാണുന്നില്ല. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറി ഉണ്ട്, അവർ ആ പൊട്ടൻഷ്യലി കംപ്ലീറ്റ്ലി വേസ്റ്റ് ആക്കിയ ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും ആദ്യത്തെ 5 എപ്പിസോഡിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയതുകൊണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് നറേറ്റഡ് ആയതുകൊണ്ടും നമുക്ക് അത്രയും ഒരു പോരായ്മ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ പിന്നീട് 6ാമത്തെ എപ്പിസോഡ് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. ഭയങ്കര മോശമായ എഡിറ്റിംഗ് ആണ് ചെയ്ത് വെച്ചിരിക്കണേന്ന്, ഒരു ബിലോ പാർ എഡിറ്റിംഗ്. ആൻഡ് ഈ സീരീസ് ഡയറക്ട് ചെയ്തത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിംഗ് റൈറ്റർ ആൻഡ് ഡയറക്ടർ ഓഫ് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയാണ് എം മണികണ്ഠൻ. കടേസി വ്യവസായി, ആണ്ടവൻ കട്ട്ലൈ, അതേപോലെ കുട്ടർമേ തണ്ടനെ, അങ്ങനെ കുറെ ബ്രില്യൻ സിനിമയുടെ റൈറ്റർ ഡയറക്ടറാണ്. ആൻഡ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ദിസ് ഇസ് വൺ ഓഫ് ഹിസ് മോസ്റ്റ് വീക്കസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പറയുവാണെങ്കിൽ ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായി, പക്ഷെ അത് വേസ്റ്റ് ആക്കി കളഞ്ഞു, കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തില്ല. പക്ഷെ എന്നാലും സ്ലോ ബേണർ ത്രില്ലേഴ്സ് ഇഷ്ടമുള്ളവർ, പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഈ സീരീസ് കാണാവുന്നതാണ്. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അബി റിവ്യൂസ്.